ഐസ് പത്തിരിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പെഷ്യൽ ചിക്കൻ വറുത്തരച്ച് വെച്ച കറിയാണ് കേട്ടോ. ഞാനിപ്പോൾ മലപ്പുറത്താണുള്ളത്. മലപ്പുറത്തുള്ള എൻ്റെ ചങ്ക് ബനിമോളാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം, കറിവേപ്പില, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നല്ല ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കഴുകി വാരി ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പഴുത്ത തക്കാളിയും 3 പച്ചമുളകും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ആ തക്കാളിയൊക്കെ ഉടച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്തരച്ച് വെച്ച ആ തേങ്ങാക്കൂട്ട് കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ വറുത്തരച്ച് വെച്ച കറി തയ്യാറാണ്. ഇതിലധികം ഉള്ളിയോ സവാളയോ ഇഞ്ചിയോ ഒന്നും ഇടില്ല കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ഇത്. ഞങ്ങൾ നല്ല നൈസ് പത്തിരിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നങ്ങനെ ബനിമോളുടെ സ്പെഷ്യൽ ചിക്കൻ വറുത്തരച്ച് വെച്ചവും നൈസ് പത്തിരിയൊക്കെ കൂട്ടി അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.